മുയലിനെ ഭക്ഷിക്കാം. പിന്നെ മുള്ളൻ കൊക്ക്, എന്താണ് മുള്ളൻ കൊക്ക് എന്താണ് എനിക്ക് മനസ്സിലായില്ല. പ്രാവിനെ ഭക്ഷിക്കാം, കൊക്കിനെ ഭക്ഷിക്കട്ടെ, കൊക്കുണ്ടല്ലോ, കൊക്കിനൊക്കെ ഭക്ഷിക്കാം. പ്രാവിനെയും ഭക്ഷിക്കാം, മുയലിനെയും ഭക്ഷിക്കാം. പോത്താങ്കീരി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പോത്താങ്കീരിയെ അതിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് ആ വിഷയം. പിന്നെ ഇപ്പോൾ ബുർദ ചൊല്ലിയ സുഖപ്രസവം, സഹോദരന്മാരെ സുഖപ്രസവത്തിന് എന്തെല്ലാം മാർഗത്തില്ലേ? ഒരു കാര്യത്തിന് ഒരു വഴി മാത്രമല്ല സഹോദരൻ ഉള്ളത് അല്ലേ? ബുർദ ചൊല്ലൽ ഒരു വഴിയാണ് അല്ലേ? എന്തായാലും ഇനി ഡോക്ടർമാരെ പോയി സമീപിക്കാൻ പല ഡോക്ടർമാരും പല കാര്യങ്ങളിലും നിർദ്ദേശിക്കുക. ഒരാൾ നമ്മുടെ ഇസ്ലാഹി ബണ്ണിന്റെ PM ആണ്, ബുർദ ചൊല്ലിയ സുഖം ആവൂലേ എന്ന്. ഒരു രോഗത്തിനെ പല ആളുകൾ അടുക്കൽ സമീപിക്കുമ്പോൾ പല ഇതാണ്. ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതും, അതേ പിന്നെ രോഗത്തിന് വേറെ ഡോക്ടറെ സമീപിക്കുമ്പോൾ വേറൊരു മരുന്ന് എഴുതും. അങ്ങനെ തന്നെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ഒരു കാര്യം നിറവേറ്റാൻ പല സബബുകളും വെച്ചിട്ടുണ്ടാവും, പല സബബുകളും. അതിൽപ്പെട്ട ഒരു സബബാണ് നാം സ്വന്തം ദുആ ചെയ്യുക, നാം മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, ഡോക്ടർമാരെ സമീപിക്കുക, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും, വിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ മറ്റു സ്വലാത്ത് ദിക്റുകളൊക്കെ ചൊല്ലുക. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. അതാണ് അതിന്റെ വിഷയം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിഷയത്തിന് ഒരു സബബ് മാത്രമേ ഉള്ളൂ എന്നാ? അതല്ല, അത് ഒരു നേരത്തെ ഇവിടെ മറ്റേ എന്താണ് ഇബ്നു ഹജർ ഹൈതമി മഹല്ലിയിൽ അല്ലെ മഹല്ലി ഇമാം 4 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാദം നടത്തുന്നുണ്ട് ഇപ്പൊ ഇതിലൊക്കെ, എവിടെ പിന്നെ വാട്സപ്പിലൊക്കെ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ തിരുകേശത്തിന് നിഴലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മഹല്ലി ഇമാം 4 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന്. മഹല്ലി ഇമാം 4 അഭിപ്രായം പറഞ്ഞതിലുണ്ട്. മൂപ്പരെ അതിനിങ്ങനെ വേറൊരാള് പറഞ്ഞു അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ചെരുപ്പ് ഞാൻ വഹിക്കും പറഞ്ഞു വേറൊരാള്. അപ്പൊ മൂപ്പരെ മറുപടി ആരണ്ട് ഓരോ അഭിപ്രായങ്ങൾ വായിച്ചത് എടുക്ക് ചെരുപ്പ് എന്ന് പറയുന്നുണ്ട്. ഇടുക്കി ചെരുപ്പ് എന്ന് ഓരോ അഭിപ്രായം പറയുമ്പോൾ ഇടുക്കി ചെരുപ്പ് എന്ന്. ഈ രീതിയിൽ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുള്ള ചങ്ങയിലെ അദ്ദേഹം ഇങ്ങനെ കുറെ കാലമൊക്കെ ഈ പൊട്ടൻകളി തുടങ്ങിയിട്ട് ആളുകൾ എന്ത് വിഡ്ഢികളൊക്കെ. അപ്പൊ അതേ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പല ആളുകളുണ്ടാവുമല്ലോ, കുറെ പൊട്ടന്മാരുണ്ടാവും. സാലിഹ് സത്താഫി പറഞ്ഞ പോലെ കുറെ കഴുതകൾ എന്ന് പറഞ്ഞല്ലോ അല്ലേ? ആ ഭാഗത്തുള്ള കുറെ കഴുകൾ, എന്നാലും ആ ഭാഗത്തല്ലാത്ത കുറെ ബുദ്ധിജീവികളുണ്ടാവുമല്ലോ, അവര് കാര്യം മനസ്സിൽ കണ്ടുപിടിക്കൂലേ. ഇവിടെ ബഹുമാനപ്പെട്ട മഹല്ലി ഇമാം 4 അഭിപ്രായം, മുടിക്ക് നിഴലുണ്ടാവുകയോ ഇല്ല എന്നുള്ള വിഷയത്തിലുള്ള 4 അഭിപ്രായം അല്ല ഉള്ളത്. പിന്നെ ആ നിഴല് ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കാണ് 4. അതാണ്. അല്ലാതെ നിഴലുണ്ടാവുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ 4 അഭിപ്രായം ഇല്ല. നിഴലുണ്ടാവുകയില്ല എന്നുള്ള വിഷയത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇമാമിങ്ങൾ ആരും തന്നെ നിഴലുണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആ നിഴലുണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ത്, അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നത്തെ സംവാദത്തിൽ ഇല്ലേ അതിന്റെ ഇല്ലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്നലെ ആ അബ്ദുസമദ് അൻവരി നല്ലൊരു ഉദാഹരണം പറഞ്ഞേന്ന്. അബ്ദുസമദ് അൻവരി പറഞ്ഞു, ഇപ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലൊരു മാർഗം എന്താ പറഞ്ഞത്, എന്താണ് സിറാജുൽ ഹുദ അല്ലെ? സിറാജുൽ ഹുദയിലെ ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തോറ്റു നിൽക്കുക. അപ്പൊ തോറ്റുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ വിഷയത്തിൽ എല്ലാവരും ഇത്തിഫാക്കാണ് തോറ്റുള്ള വിഷയത്തിൽ. പക്ഷെ തോൽക്കാനുള്ള കാരണം 4 കാരണങ്ങൾ, പലരും പല കാരണങ്ങൾ പറഞ്ഞു നിൽക്കുക അല്ലേ? തോൽക്കാനുള്ള കാരണം ഒരാൾ പറഞ്ഞത് ആ കുട്ടി പഠിക്കാൻ കുറച്ച് മോശമാണ് എന്ന് പറഞ്ഞു, അതാണ് ആ കുട്ടി തോൽക്കാനുള്ള കാരണം. അപ്പോഴും പിന്നെ വേറൊരാൾ പറഞ്ഞു ആ കുട്ടി ശരിക്കും പിന്നെ ഹാജരാവാറില്ല, ക്ലാസ്സിലൊന്നും ശരിക്കും പങ്കെടുക്കാറില്ല, അവർ രണ്ടാമത്തെ കാരണമാണ്. വേറൊരാൾ പറഞ്ഞത് ആ കുട്ടി പിന്നെ കുറച്ച് ദിവസമായിട്ട് അസുഖമായിട്ട് ഉള്ള ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. വേറൊരാൾ പറഞ്ഞ ആ കുട്ടിക്ക് ഓതി കൊടുക്കുന്ന പേരോട് ഉസ്താദ് എഴുതുന്നത്. എനിക്ക് അവിടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാ ചിരി വന്നത്. അങ്ങനെ 4 ആൾക്കാർ 4 കാരണങ്ങൾ പറഞ്ഞ് അതിന്റെ അകത്ത് ആ കുട്ടി തോറ്റിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന്, തോൽക്കാനുള്ള കാരണങ്ങളുടെ വിഷയത്തിലാണ് 3 അഭിപ്രായം വന്നത്. ഇനി സമദ് അൻവരി പറഞ്ഞ മറുപടിയാണ്. ഇങ്ങനെ ഓരോരുത്തരും ഒന്നിങ്ങനെ മനുഷ്യന്മാരെ അവർ ഇരിക്കാനായിക്കൂല വെച്ചാല് അല്ലേ? മനുഷ്യന്മാരെ ഒരു ഇരിക്കാനായിക്കൂല. എനിക്കാണ് ഈ ചില വിഷയങ്ങൾ പറഞ്ഞ് ചിരിച്ചാൽ എനിക്ക് ശ്വാസം കിട്ടുക. ശരിക്കും ചിരിച്ചിട്ടുണ്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ ആവും. അപ്പൊ ഈ രീതിയിൽ മനുഷ്യന്മാരെ ചിരിപ്പിക്കരുത്. അപ്പൊ ഏതായാലും ശരി. അപ്പൊ പല സബബുണ്ട് എന്ന് പറയാന്ന്. ഇപ്പൊ ഓരോ വിഷയം നേടാനേ പല സബബുകളുണ്ട് എന്ന് ഇസ്ലാഹിനോട് പറഞ്ഞാൽ പോ നമ്മള്. പിന്നെ എന്താണ് പറഞ്ഞത്,
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഹോമിയോ മരുന്നിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് പറയുന്നു. അത് നജസാണോ? പിന്നെ ഹോമിയോ മരുന്നില് ആൽക്കഹോൾ ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടൊന്നുമില്ല. ഒരു കാര്യത്തിനെ കുറിച്ച് ഹുക്മ പറയണമെങ്കിലേ ഉണ്ടെന്ന് ഉറപ്പ് വേണം. ഉണ്ടെന്ന് ഉറപ്പുണ്ടായാൽ മാത്രം പോരാ. ആ ആൽക്കഹോൾ നജസായ ആൽക്കഹോളാണ് എന്നും ഉറപ്പ് വേണം. എല്ലാ ആൽക്കഹോളും നജസല്ല എന്നാണ്. അപ്പൊ ആ ഹോമിയോ മരുന്നിൽ ആൽക്കഹോൾ ഉണ്ട് എന്നും ആ ഉള്ള ആൽക്കഹോൾ നജസായ ആൽക്കഹോൾ ആണ് എന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം അത് ഉപയോഗിക്കാം. അതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, സഅയ് ചെയ്യുമ്പോൾ തവാഫിൽ ചെയ്യുന്നത് പോലെ ഇഹ്റാമിന്റെ തുണി വലത് കക്ഷത്തിലൂടെ ഇടേണ്ടതുണ്ടോ? അതോ പുതച്ചാൽ മതിയോ? പുതച്ചാലൊക്കെ മതി. മറ്റേ സുന്നത്താണ്. ഏത് ഈ ഇഹ്റാമിന്റെ തവാഫ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇന്നല്ലോ ഏത് പൂനൂല് വേഷം മോഡലില് മോഡലില് ആ മേൽമുണ്ട് ഇടുക എന്നുള്ളത്. അതായത് വലത്തെ കക്ഷത്തിന് താഴ്ഭാഗത്ത് കൂടെ ഇടത്തെ ചുമലിന്റെ മേൽഭാഗത്ത് ഇങ്ങോട്ട് ആയിട്ട് ആ രീതിയിൽ പിന്നെ മേൽത്തട്ടം ഇടുക. അതാണ് പൂനൂല് ഇൽത്തിബ എന്ന് പറയുന്നത്. ആ പൂനൂല് മോഡൽ മേൽത്തട്ടം ഇടല് സുന്നത്താണ്. എവിടെ? തവാഫിൽ. ഏത് തവാഫിൽ? റംല് നടത്തം ഉള്ള തവാഫിലാണ്. റംല് നടത്തം ഉള്ള തവാഫിൽ ഇവിടെ മനസ്സിലാക്കണം. ഈ പൂനൂല് വേഷ മോഡലില് ആ മേൽത്തട്ടം ധരിക്കൽ ഏത് തവാഫിലാ സുന്നത്ത്? ആ റംല് നടത്തം നടക്കുന്ന തവാഫിൽ. ഏതാ റംല് നടത്തം നടക്കുന്ന തവാഫ്? ഏതാ? ശേഷം സഅയ്യുള്ള തവാഫ്. ഒരു തവാഫ് നമ്മൾ ചെയ്യുന്നു. ആ തവാഫിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സഅയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തവാഫിലാണ് റംല് നടത്തം സുന്നത്തുള്ളത്. അങ്ങനെയുള്ള തവാഫിലാണ് ഏതും സുന്നത്തുള്ളത്? പൂനൂൽ മോഡൽ മേൽത്തട്ടം ധരിക്കലും സുന്നത്തുള്ളത്. പിന്നെ സഅയിലും സുന്നത്തുണ്ട്. സഅയിലും സുന്നത്തുണ്ട്. തന്നെ ഈ ജമീഅ കുല്ലി തവാഫിൻ യർമുലു ഫീഹി വകദാ യുസന്നുൽ ഇൽതിബാഉ ഫീ ജമീഇ സഅയീൻ തുഹ്ഫ. വകദാ അപ്രകാരം തന്നെ യുസന്നുൽ ഇൽതിബാഉ ഈ പൂനൂല് ധരിക്കുന്നത് പോലെ മേൽത്തട്ടം ധരിക്കൽ സുന്നത്താക്കപ്പെടും. ഫീ ജമീഇ സഅയി എല്ലാ സഅയിലും. അപ്പൊ കണ്ടില്ലേ? അപ്പൊ സഅയിലും അങ്ങനെ മേൽത്തട്ടം ധരിക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല. ഇനി ഒരാൾ അങ്ങനെ അല്ലാതെ കുറച്ച് സഅയ് ചെയ്തു നിൽക്കുക എന്നാലും സഹിഹാകും. സഅയിൽ സുന്നത്തുണ്ട് എന്ന് പലി പറഞ്ഞത്. കഥ അപ്രകാരം തന്നെ യുസന്നുൽ ഇൽതിബാഉ ആ പൂനൂല് ധരിക്കുന്നത് പോലെ മേൽത്തട്ടം ധരിക്കൽ സുന്നത്താക്കപ്പെടും. ഫി ജമീഇ സഅയി എല്ലാ സഅയിലും. മനസ്സിലായില്ലേ? പിന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആൾ തിലാവത്തിന്റെ സുജൂദ് ഉള്ള സൂറത്ത് പഠിക്കുമ്പോൾ ആവർത്തിച്ച് സുജൂദ് ചെയ്യേണ്ടതുണ്ട്. സുന്നത്താണ്. പഠിക്കുന്നത് എപ്പോഴും തിലാവത്തിന് ആയത്ത് കൂടുന്ന സമയത്തൊക്കെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. നിർബന്ധമില്ല, സുന്നത്താണ്. എത്ര സുജൂദ് ചെയ്താൽ അതിനൊക്കെ അനുസരിച്ച് കൂലി കിട്ടും. സുന്നത്തായ അമൽ ചെയ്ത കൂലി കിട്ടും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മണ്ണിനടിയിൽ 40 ദിവസം കുഴിച്ചിട്ട് ഉണ്ടാക്കുന്ന അരിഷ്ടം നമുക്ക് ഉപയോഗിക്കാമോ? ഉസ്താദിന്റെ നമ്പർ തരുമോ? ശരി, ഉസ്താദിന്റെ നമ്പർ തരുമോ എന്നുള്ളത് ഫിഖ്ഹിയായ ചോദ്യമല്ലേ. ഞാൻ വായിച്ചപ്പോ കൊണ്ട് വായിച്ചു പോയതാണ്. പിന്നെ 40 ദിവസം മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് അരിഷ്ടം കുടിക്കാമോ? അതൊക്കെ പിന്നെ അത് മുസ്കിറാണെങ്കിൽ മുസ്കിറായ ആണ് നിൽക്കുക. ലഹരി ഉണ്ടാക്കുന്ന ഇതാണ് എന്നാ കുടിക്കാൻ പാടില്ല. അതാണ് ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ കുടിക്കാൻ പാടില്ല. ആ ഒരു അരിഷ്ടം മണ്ണിന്റെ അടിയിൽ കുഴിച്ചുകൊണ്ട് മൂലം അതിന് ലഹരി ഉണ്ടായിത്തീരും. അങ്ങനെയാണെങ്കിൽ അത് കുടിക്കാൻ പാടില്ല. മുസ്കിറാണല്ലോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഹറാമാണല്ലോ. അപ്പൊ അത് കുടിക്കൽ ഹറാമാകും. അതിലേ ഹറാമല്ല. പിന്നെ ഉസ്താദെ, സുബ്ഹിന്റെ ഖുനൂത്ത് മറന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണോ? ചെയ്യൽ നിർബന്ധമില്ല, സുന്നത്താണ്. സുബ്ഹിന്റെ ഖുനൂത്ത് മറന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമില്ല, സുന്നത്താണ്. പിന്നെ
സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഒഴിവാക്കിയാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം നിസ്കാരം ശരിയാകുമോ? ശരിയാകും. ഇസ്ലാഹി വന്നപ്പോൾ എന്റെ ചോദ്യമാണ്, നല്ല കുട്ടിയാണ് ഇസ്ലാഹി വന്നില്ലേ, ഈ ഫിഖ്ഹ് സംബന്ധമായ ചോദ്യം നമ്മുടെ റൂമിൽ വന്നിട്ട് മാന്യമര്യാദക്ക് ചോദിക്കുന്നുണ്ടല്ലോ, അത് നല്ല. അപ്പൊ ഇനി അധികം കുറച്ചും കൂടി ശരിയായാലല്ലേ, ഒന്നും കൂടി മനസ്സിലിരുത്തിയാൽ മതി, എന്നാലും അഹ്ലു സുന്നത്ത് ജമാഅത്തിൽ ചേരും. എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ഏതായാലും ശരി, സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്, അബ്വാബു സുന്നത്തിൽപ്പെട്ട വളരെ മുഅക്കദായ വളരെ പ്രബലമായ സുന്നത്താണ്. ആ സുന്നത്ത് സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാൻ നിസ്കരിച്ച് നിൽക്കാൻ, എന്നാൽ നിസ്കാരം സഹിയാകും, ആ സുന്നത്തിന്റെ കൂലി കിട്ടൂലാണ്. ഇത്രേ ഉള്ളൂ. പിന്നെന്താണ്, മുള്ളംപന്നി നേരത്തെ പറഞ്ഞില്ലേ, മുള്ളംപന്നിയെ ഭക്ഷിക്കാം എന്നാണ് തോന്നുന്നു. അതെ, മുള്ളംപന്നിയെ ഭക്ഷിക്കാം തന്നെയുള്ളവരെ. അതെ, അതിനെ പന്നിയൊന്നല്ലത്, അത് വെറുക്കപ്പെടുന്ന ജീവിയല്ലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഭക്ഷിക്കാം എന്ന് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഓർമ്മ. അങ്ങനെയാണ്. ഇപ്പോ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കുക ചെയ്യാം. പിന്നെന്താണ്,